വലിയ കാടിന്റെ അധിപനായിരുന്നു സിംഹരാജൻ. അവന്റെ സുവർണമായ രോമവും ശക്തമായ അലർച്ചയും കേട്ട് എല്ലാവരും പേടിച്ചു വിറച്ചു. താൻ തന്നെയാണ് ഏറ്റവും ശക്തൻ എന്ന് അവൻ വിശ്വസിച്ചു. ആ ദിവസങ്ങളിലൊന്ന് ഉച്ചതിരിഞ്ഞപ്പോൾ ഇളങ്കാറ്റുള്ള ഒരിടം സിംഹരാജൻ കണ്ടെത്തി. ഒരു വലിയ ആൽമരത്തിന്റെ തണുത്ത തണലിൽ അവൻ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചതിന്റെ ആലസ്യത്തിൽ കണ്ണുകളടച്ച് സുഖമായി ഉറങ്ങി. അപ്പോഴാണ് മിന്നു എന്നൊരു കുഞ്ഞനെലി, ഒരു മഞ്ഞൾ കഷ്ണം പോലെ കുഞ്ഞൻ, സന്തോഷത്തോടെ അങ്ങോട്ട് ഓടി വന്നത്. ലോകം മുഴുവൻ ഒരു കളിസ്ഥലമായി കണ്ടിരുന്ന അവൾക്ക് ഓടിച്ചാടി കളിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അലസമായി ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ അവൾ കണ്ടപ്പോൾ അത് വെയിൽ കാഞ്ഞു കിടക്കുന്ന ഒരു സ്വർണ്ണപ്പൊതിഞ്ഞ കുന്നാണെന്ന് കരുതി. ആരും കാണാതെ മിന്നു ആ കുന്നിന്റെ പുറത്തുകൂടി അതിവേഗം മുകളിലേക്ക് ഓടിക്കയറി കളിക്കാൻ തുടങ്ങി. തന്റെ ശരീരത്തിലൂടെ എന്തോ ഇഴയുന്നതായി തോന്നിയപ്പോൾ സിംഹരാജൻ ഞെട്ടിയുണർന്നു. അവന്റെ വലിയ തീക്ഷ്ണമായ കണ്ണുകൾ തുറന്നു. അവൻ ഒരൊറ്റ ചാട്ടത്തിന് മിന്നുവിനെ തന്റെ വലിയ കൈകളിൽ ഒന്നുപയോഗിച്ച് കോപത്തോടെ പിടികൂടി. ആരാണീ ചെറിയ ശല്യം? സിംഹം ഇടിമുഴക്കം പോലെ അലറി. ഓ മൃഗരാജാവേ, എന്നോട് ദയവുണ്ടാകണം. ഞാൻ വളരെ ദുഃഖിതയാണ്. ഇത് ഞാൻ അറിയാതെ പറ്റിയ തെറ്റാണ്. എന്നെ വിട്ടയച്ചാൽ ഒരു വലിയ ഉപകാരം ഞാൻ നിങ്ങൾക്ക് തിരികെ ചെയ്യാം, സത്യം. മിന്നു കണ്ണുനീരോടെയും വിറയ്ക്കുന്ന ശബ്ദത്തോടെയും അപേക്ഷിച്ചു. നീ ഇത്രയും ചെറിയ ഇത്തിരിപ്പോന്ന ഒരു ജീവി എന്നെ കാടിന്റെ രാജാവിനെ സഹായിക്കാനോ? ഇതൊരു തമാശ തന്നെ. സിംഹരാജൻ വലിയ വായിൽ പൊട്ടിച്ചിരിച്ചു. എങ്കിലും എലിയുടെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ അവന്റെ ദേഷ്യം മാറി മനസ്സലിഞ്ഞു. അവൻ അവളെ വെറുതെ വിട്ടു. നന്ദിയുണ്ട് രാജാവേ, നിങ്ങളുടെ ഈ വലിയ ദയ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. മിന്നു സന്തോഷത്താൽ തുളുമ്പി. അവൾ നിലത്തുവീണ ഉടനെ നന്ദിയുള്ള ഒരു നോട്ടം നൽകിയിട്ട് പുൽമേടുകളിലൂടെ വേഗത്തിൽ ഓടിമറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഒരു വൈകുന്നേരം ഭക്ഷണം തേടി നടന്ന സിംഹരാജൻ ഒരു കെണിയിൽ വീണു. അത് വേട്ടക്കാർ ഒളിപ്പിച്ചുവെച്ച വളരെ കട്ടിയുള്ള ഒരു വലയായിരുന്നു. അവൻ രക്ഷപ്പെടാൻ വേണ്ടി അലറിമറിഞ്ഞു. പക്ഷേ അവന്റെ ശക്തി വലയുടെ കെട്ടുകൾ കൂടുതൽ മുറുക്കുകയേ ചെയ്തുള്ളൂ. സിംഹരാജന്റെ വേദന നിറഞ്ഞ അലർച്ച കാട്ടിലാകെ മുഴങ്ങി. ഓ ടീ കളിക്കുകയായിരുന്ന മിന്നു ആ ശബ്ദം തിരിച്ചറിഞ്ഞു. അത് രാജാവാണ്. ഞാൻ അദ്ദേഹത്തെ സഹായിക്കണം. അവൾ ഒട്ടും മടിക്കാതെ ശബ്ദം കേട്ട ദിശയിലേക്ക് പുല്ലുകൾക്കിടയിലൂടെ അതിവേഗം ഓടിയെത്തി. പേടി കാരണം മിന്നുവിന് ഒരൽപ്പം വിറച്ചെങ്കിലും അവൾ തന്റെ ദൃഢനിശ്ചയം കൈവിട്ടില്ല. തന്റെ ചെറിയ കൂർത്ത പല്ലുകൾ ഉപയോഗിച്ച് വലയുടെ കട്ടിയുള്ള ഓരോ കയറുകളും അവൾ ശ്രദ്ധയോടെ കടിച്ചുമുറിച്ചു. അവളുടെ ചെറിയ പല്ലുകൾ വലിയൊരു ജോലി വേഗത്തിൽ പൂർത്തിയാക്കി. വലയുടെ കെട്ടുകളയഞ്ഞപ്പോൾ സിംഹരാജന് അനങ്ങാൻ കഴിഞ്ഞു. അവസാനത്തെ കയറും മുറിഞ്ഞപ്പോൾ അവൻ സ്വതന്ത്രനായി. അവൻ തലകുനിച്ച് മിന്നുവിനെ നോക്കി. ചെറിയ കൂട്ടുകാരാ, നന്ദി. നിന്റെ ചെറിയ സഹായമാണ് എന്റെ വലിയ ശക്തിയേക്കാൾ വലുതെന്ന് ഞാൻ മനസ്സിലാക്കി.